അധ്യാപക സുഹൃത്തുക്കളെ, കേട്ടറ്റിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. ഐസക് എന്ന ചാനലിലൂടെ കേട്ടറ്റിൻ്റെ ക്ലാസ്സുകൾ കൂടാതെ LSS USS വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പൊതുവിജ്ഞാന ക്ലാസ്സുകൾ, സെറ്റ് നെറ്റ് എക്കണോമിക്സിൻ്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സുകൾ, HSST എക്കണോമിക്സ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന അധ്യാപക സുഹൃത്തുക്കൾക്കുള്ള സിലബസ് ബേസ്ഡായ ക്ലാസ്സുകൾ എന്നിവയെല്ലാം നൽകി പോരുന്നുണ്ട്. തീർച്ചയായിട്ടും ഐസക് എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേട്ടറ്റ് പരിശീലനത്തിൽ പങ്കെടുക്കുന്ന അധ്യാപക സുഹൃത്തുക്കളായിട്ടുള്ള സൈക്കോളജിയുടെ ഒരു ക്ലാസ്സാണ്. നമ്മൾ സൈക്കോളജിയുടെ ഒരു ഓവറോൾ പോർഷൻസ് ഒന്നിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അധ്യാപക സുഹൃത്തുക്കൾ ഈ നോട്ടുകൾ കുറിക്കുകയും ഒപ്പം തന്നെ മനസ്സിലൂടെ പറഞ്ഞു പോവുകയും ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ യാതൊരു ഭയത്തിലും പെടേണ്ട കാര്യമില്ല. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ വളരെയധികം പെട്ടെന്ന് നേടാവുന്നതേ ഉള്ളൂ. യാതൊരു ടെൻഷനും കൂടാതെ പഠിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേട്ടിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഐസക് എന്ന ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ദ വേർഡ് സൈക്കോളജി ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത് റുഡോൾഫ് ജെക്കിളാണ്. ആരാണ് സൈക്കോളജി എന്ന വേർഡ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത്? റുഡോൾഫ് ജെക്കിൾ 1590. പേരോർത്തിരിക്കുക, റുഡോൾഫ് ജെക്കിൾ. ഗ്രീക്ക് വേർഡാണ്. ഗ്രീക്ക് വേർഡ്സാണ് സൈക്കോളജി ഡിറൈവ് ചെയ്ത്. സൈക്ക് മീൻസ് സോൾ, ലോഗോസ് മീൻസ് സയൻസ്. സൈക്കോളജിയുടെ സൈക്ക് മീൻസ് സോൾ, ലോഗോസ് മീൻസ് സയൻസ്. ഗ്രീക്ക് വേർഡ്സാണ് സൈക്കോളജി. റുഡോൾഫ് ജെക്കിൾ. സൈക്കോളജി ആ സയൻസ് ഓഫ് സോൾ എന്ന് പറഞ്ഞത് ആരൊക്കെ ചേർന്നിട്ടാണ്? സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് സോൾ എന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? ഡെമോക്രിറ്റസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരാണ് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് സോൾ എന്ന് പറഞ്ഞത്. ഡെമോക്രിറ്റസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ ചേർന്നിട്ടാണ്. സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് മൈൻഡ് പറഞ്ഞത് ജെയിംസ് സ്വെല്ലിയാണ്. സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് മൈൻഡ്, സൈക്കോളജി എന്ന് പറഞ്ഞതാരാണ്? ജെയിംസ് സള്ളി. സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ്, സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞത് വില്യം ജെയിംസും വില്യം വുണ്ടുമാണ്. സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ്, വില്യം ജെയിംസ്, വില്യം വുണ്ട്. സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ, ജെയിംസ് വാട്സൺ, ഡങ്കൽ, പിൽസ്ബറി എന്നിവർ ചേർത്തനാണ്. സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ, വാട്സൺ, ഡങ്കൽ, പിൽസ്ബറി. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കണേ. സയൻസ് ഓഫ് സോൾ എന്ന് പറഞ്ഞത് ഡെമോക്രിറ്റസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. സയൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞത് ജെയിംസ് സള്ളി. സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞത് വില്യം ജെയിംസ്, വില്യം വുഡ്. സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞത് വാട്സൺ, ഡങ്കൽ, പിൽസ്ബറി. അടുത്തത് സിസ്റ്റംസ് ഓർ സ്കൂൾസ് ഓഫ് സൈക്കോളജി. സിസ്റ്റംസ് ഓർ സ്കൂൾസ് ഓഫ് സൈക്കോളജി. അതിൽ ഒന്നാമത്തെ സ്കൂളാണ് നമ്മൾ പറയുന്ന സ്ട്രക്ചറലിസം. ഏതാണ് ഒന്നാമത്തെ സ്കൂൾ അല്ലെങ്കിൽ സിസ്റ്റംസ് ഓഫ് സൈക്കോളജിയിൽ ഒന്നാമത്തേതാണ് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസത്തിൻ്റെ മെയിൻ വക്താവ് ആരാണ്? വിക്ലം വൂണ്ട്. ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി അദ്ദേഹമാണ് സ്ഥാപിച്ചത് ലെപ്സിംഗ് ലബോറട്ടറി ലാബ്. സൈക്കോളജി നമ്മുടെ മനസ്സ് പരീക്ഷിക്കുന്നതിനായിട്ട് സൈക്കോളജിക്കൽ ലാബ് ഫസ്റ്റ് ടൈം സ്ട്രക്ചറലിസം ആണ് വിൽക്കം വൂണ്ട്. അതർ വൺസ് ഇനി സ്ട്രക്ചറലിസത്തിൻ്റെ മറ്റു വക്താക്കളാണ് ടിച്ചനർ, വെബർ, ഫെച്നർ. ഇവരെല്ലാം സ്ട്രക്ചറലിസത്തിൻ്റെ ആളുകളാണ്. അതൊന്ന് പേരോർത്തിരിക്കണം കേട്ടോ. ടിച്ചനർ, വെബർ, ഫെച്നർ. ലെപ്സിംഗ് എന്ന ലബോറട്ടറിയും സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരെന്താണ് പറഞ്ഞത്? സ്ട്രക്ചറൽ അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് മെൻ്റൽ എക്സ്പീരിയൻസസ്. ആ ടേം ഒന്ന് ഓർത്തിരിക്കണം. സ്ട്രക്ചറലിസം പറഞ്ഞത് സം ടോട്ടൽ ഓഫ് മെൻ്റൽ എക്സ്പീരിയൻസസ്. ദേ അഡോപ്റ്റഡ് ഇൻട്രോസ്പെക്ഷൻ ആസ് ദ മെയിൻ ടെക്നിക്ക്. അവർ ഇത് പഠിക്കാനായിട്ട് ഈ ലാബിൽ പഠിക്കാനായിട്ട് മെയിൻ ടെക്നിക്കായിട്ട് ഉപയോഗിച്ച് ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡാണ്. ഓക്കെ, അടുത്ത സ്കൂളാണ് ഫങ്ഷണലിസത്തിൻ്റെ മെയിൻ വക്താവ് ആരാണ്? വില്യം ജെയിംസ് ഉണ്ട്, തൊണ്ടേക്ക് ഉണ്ട്, വുഡ്വർത്ത് ഉണ്ട്, ഡ്യുവേ ഉണ്ട്. അപ്പോൾ വില്യം ജെയിംസ്. ഫങ്ഷണലിസത്തിൻ്റെ മെയിൻ വക്താക്കൾ ആരൊക്കെയാണെന്ന് പേര് ശ്രദ്ധിക്കണം. വില്യം ജെയിംസ്, തൊണ്ടേക്ക്, വുഡ്വർത്ത്,
ഡ്യുവെ, വില്യം ജെയിംസ് തൊണ്ടേക്ക്, വുഡ്വർത്ത് ഡ്യുവെ. എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ അത് മനസ്സിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് തീർച്ചയായിട്ടും ഇരിക്കും. അവരെന്താണ് പറഞ്ഞത്? നേച്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മെൻ്റൽ പ്രോസസ്സ്. ഫങ്ഷണലിസം എന്താണ് പറഞ്ഞത്? നേച്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മെൻ്റൽ പ്രോസസ്സ്. Mental activities are the result of adjustment between mind and the body. Mental activities are the result of adjustment between mind and the body. ലേണിംഗ് ബൈ ഡൂയിങ് ഓർ പ്രൊജക്റ്റ് മെത്തേഡ് ഫങ്ഷണലിസംകാരാണ് എൻകറേജ് ചെയ്തത്. ലേണിംഗ് ബൈ ഡൂയിങ് ഓർ പ്രൊജക്റ്റ് മെത്തേഡ് എന്ന ഒരു രീതിയായിരുന്നു ഫങ്ഷണലിസത്തിൻ്റെ. അടുത്തതാണ് ബിഹേവിയറിസം. ജെ.ബി. വാട്സൺ, സ്കിന്നർ, പാവ്ലോവ്, ഹള്ള്. ബിഹേവിയറിസത്തിന് ആളുകൾ ആരൊക്കെയാണ്? ജെ.ബി. വാട്സൺ, സ്കിന്നർ, പാവ്ലോവ്, ഹള്ള്. ബിഹേവിയർ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് സയൻറ്റിഫിക്കലി. അവർ പറഞ്ഞു ബിഹേവിയർ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് സയൻറ്റിഫിക്കലി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ഡിറ്റർമിനിങ് ബിഹേവിയർ ഈസ് എൻവയോൺമെൻറ്റ്. They advocate self-instructional programs like teaching machine and computer അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ബിഹേവിയറലിസമാണ് സെൽഫ് ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാംസ് ആയ ടീച്ചിങ് മെഷീനും കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷനും എൻകറേജ് ചെയ്തത്. അടുത്തൊരു സ്കൂൾസാണ് അല്ലെങ്കിൽ സിസ്റ്റമാണ് സൈക്കോ അനാലിസിസ്. സൈക്കോ അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട വക്താവാണ് സിഗ്മണ്ട് ഫ്രൂഡ്, എറിക്സണും. ആരൊക്കെയാണ് സൈക്കോ അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ? സിഗ്മണ്ട് ഫ്രൂഡ് ആൻഡ് എറിക്സൺ. ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് മൂന്നാണ്: കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ഹ്യൂമൻ മൈൻഡിൽ 3 പാർട്ടുകളുണ്ട് എന്നാണ് സൈക്കോ അനാലിസിസുകാർ പറയുന്നത്: കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ഇതിൽ ലാർജ് പാർട്ടും അൺകോൺഷ്യസ് ആണ്. ലാർജ് പാർട്ട് ഓഫ് മെൻ്റൽ ലൈഫ് എന്ന് പറയുന്നതും അൺകോൺഷ്യസ് ആണെന്നാണ് സൈക്കോ അനാലിസിസുകാർ പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ് ഇഡ്, ഇൻസ്റ്റൻറ്റേറ്റീവ് ഡിസൈർസ്, ഈഗോ, റീസൺസ് ബേസ്ഡ് ഓൺ റിയൽ എക്സ്പീരിയൻസസ് ആൻഡ് സൂപ്പർ ഈഗോ, മോറൽ ഇൻഹിബിഷൻ. ഇത് 3 ചേർന്നതാണെന്നാണ് മൈൻഡ് എന്ന് പറയുന്നത്. ഇഡ് അതായത് ഇൻസ്റ്റൻറ്റ് ഡിസൈർസ്, ഈഗോ, റീസൺസ് ബേസ്ഡ് ഓൺ റിയൽ എക്സ്പീരിയൻസ് ആൻഡ് സൂപ്പർ ഈഗോ, മോറൽ ഇൻഹിബിഷൻ. ഇതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സൈക്കോ അനാലിസിസ് പഠിക്കുമ്പോൾ പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും പേരും അതിൻ്റെ കണ്ടൻറ്റുമാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിൽ കുറിക്കണം കേട്ടോ. ഗസ്റ്റാൾട്ട് സൈക്കോളജി അടുത്ത ഒരു ക്ലാസ്സാണ്. ഗസ്റ്റാൾട്ട് സൈക്കോളജി. മാർക്സ്, വെർത്തിമർ, കോഫ്ക, കോഹ്ലർ, ലെവിൻ ഇവരെല്ലാമാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ്. ആരൊക്കെയാണ്? മാർക്സ്, വെർത്തിമർ, കോഹ്ലർ, ലെവിൻ ഹൈലൈറ്റ്സ് ദ റോൾ ഓഫ് ഇൻസൈറ്റ്. ഗസ്റ്റാൾട്ട് സൈക്കോളജി ഇൻസൈറ്റ് ലേണിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. മാർക്സ്, വെർത്തിമർ, കോഹ്ലർ, ലെവിൻ. മോട്ടിവേഷൻ ഹാസ് സെൻട്രൽ റോൾ. എന്താണ് മോട്ടിവേഷൻ ഹാസ് സെൻട്രൽ റോൾ? ഗസ്റ്റാൾട്ട് സൈക്കോളജിക്കാരാണ് മോട്ടിവേഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റാണ് മോട്ടിവേഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അടുത്തത് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ, ലുക്കിംഗ് വിത്തിൻ വൺ സെൽഫ് ഇൻ ഓർഡർ ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിൽ എന്താണ്? ലുക്കിംഗ് വിത്തിൻ വൺ സെൽഫ് ഇൻ ഓർഡർ ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അതായത് നമ്മളെ തന്നെ സ്വയം പരിശോധിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ. ഒബ്സർവേഷൻ, എക്സാമിനേഷൻ ഓഫ് സംതിങ്. ഒബ്സർവേഷൻ നിരീക്ഷണം, എക്സാമിനേഷൻ ഓഫ് സംതിങ് അടുത്ത മെത്തേഡ്. അടുത്തത് ഇൻ്റർവ്യൂ മെത്തേഡ്, അതറിയാമല്ലോ, പരസ്പരം ഉള്ള അഭിമുഖം. എക്സ്പെരിമെൻ്റൽ ഓർ സയൻറ്റിഫിക് മെത്തേഡ് ഓർ സർവേ മെത്തേഡ്. അപ്പോൾ ഇത്രയും മെത്തേഡുകളാണ് നമ്മൾ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്നത്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, ഇൻ്റർവ്യൂ മെത്തേഡ്, എക്സ്പെരിമെൻ്റൽ ഓർ സയൻറ്റിഫിക് മെത്തേഡ്, ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ്. അടുത്തത് ടൂൾസ് ഫോർ ഡേറ്റ കളക്ഷൻ. എങ്ങനെയൊക്കെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം? ടെസ്റ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 ടെസ്റ്റുകളാണ് സ്കോളാസ്റ്റിക് ടെസ്റ്റും സൈക്കോളജിക്കൽ ടെസ്റ്റും. ടെസ്റ്റിങ്ങിൽ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നു? സ്കോളാസ്റ്റിക് ടെസ്റ്റും സൈക്കോളജിക്കൽ ടെസ്റ്റും. സ്കോളാസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നതിലാണ് അച്ചീവ്മെൻ്റ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും ഉൾപ്പെടുന്നത്. സ്കോളാസ്റ്റിക് ടെസ്റ്റിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു? അച്ചീവ്മെൻ്റ് ടെസ്റ്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. സ്കോളാസ്റ്റിക് ടെസ്റ്റിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു?
അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഇൻ്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ക്രിയേറ്റിവിറ്റി ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ക്രിയേറ്റിവിറ്റി ടെസ്റ്റ്. അത് നമുക്ക് നോക്കാം. ഇനി അടുത്ത മറ്റു ടൂൾസുകളാണ് ആനഡോക്ടറൽ റെക്കോർഡ്സ്. ആനഡോക്ടറൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഇൻഫോർമൽ ഒബ്സർവേഷൻ എബൌട്ട് സ്റ്റുഡൻസ് പേഴ്സണാലിറ്റി. ഇൻഫോർമൽ, അതായത് സ്റ്റുഡൻ്റ് അറിയാതെ സ്റ്റുഡൻറ്റിനെ നിരീക്ഷിച്ച് സ്റ്റുഡൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് അനക്ഡോട്ടൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇൻഫോർമൽ ഒബ്സർവേഷൻ എബൌട്ട് സ്റ്റുഡൻസ് പേഴ്സണാലിറ്റി. അടുത്തതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. റെഡിലി അവൈലബിൾ പെർമനൻറ്റ് ഡേറ്റ അബൌട്ട് എ ചൈൽഡ് ഹെൽത്ത്, ഫാമിലി ഗോൾസ്. റെഡിലി, അതായത് സ്റ്റുഡൻറ്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഇൻവെൻട്രീസ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ക്വസ്റ്റ്യൻസ് അബൌട്ട് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീലിങ്സ്, ഫിയേഴ്സ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, എക്സെട്ര. ഇൻവെൻട്രീസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ക്വസ്റ്റ്യൻസ് അബൌട്ട് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീലിങ്സ്, ഫിയേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ, താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇൻവെൻട്രീസിൽ വരുന്നതാണ്. അടുത്ത ഒന്നാണ് റേറ്റിംഗ് സ്കെയിൽ. പേഴ്സണാലിറ്റി ഈസ് അസസ്ഡ് ബൈ ഇംപ്രഷൻസ് ഹി മേക്സ് അപ്പോൺ അതേഴ്സ്. റേറ്റിംഗ് സ്കെയിൽ, ഇറ്റ് വെരി ഗുഡ്, എഗ്രി, ഡിസഗ്രി, ഗുഡ്, ബാഡ് എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ല. റേറ്റിംഗ് സ്കെയിൽ. പേഴ്സണാലിറ്റി ഈസ് അസസ്ഡ് ബൈ ഇംപ്രഷൻസ് ഹി മേക്സ് അപ്പോൺ അതേഴ്സ്. അപ്പോൾ ഇതൊക്കെ വൺ വേർഡിൽ ചോദിക്കാവുന്നതാണ്. റേറ്റിംഗ് സ്കെയിൽ എന്താണ്? പേഴ്സണാലിറ്റി ഈസ് അസസ്ഡ് ബൈ ഇംപ്രഷൻസ് ഹി മേക്സ് അപ്പോൺ അതേഴ്സ്. അടുത്തതാണ് ചെക്ക് ലിസ്റ്റ്. ദിസ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ വേരിയസ് ട്രേറ്റ്സ് ഓഫ് പേഴ്സണാലിറ്റി. ചെക്ക് ലിസ്റ്റ്. ദിസ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ വേരിയസ് ട്രേറ്റ്സ് ഓഫ് പേഴ്സണാലിറ്റി. അതായത് ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ്, സൂപ്പർ എന്നൊക്കെ പറഞ്ഞുള്ള പെർഫോമൻസ് ഒക്കെ ചെക്ക് ലിസ്റ്റിൽ. അടുത്തതാണ് സിറ്റുവേഷണൽ ടെസ്റ്റ്. ഇൻ സം ടൈംസ് സം സ്പെസിഫിക് ട്രേറ്റ്സ് ഓഫ് പേഴ്സണാലിറ്റി ആർ അസസ്ഡ്. ചില പ്രത്യേക തരത്തിലുള്ള പേഴ്സണാലിറ്റികളുടെ സ്വഭാവങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിറ്റുവേഷനിൽ കൊടുക്കുന്ന ചില ടെസ്റ്റുകളാണ് സിറ്റുവേഷണൽ ടെസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഒരു നമ്മൾ ജസ്റ്റ് ഷോർട്ട് നോട്ടുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഈ നോട്ടുകൾ നന്നായി പഠിക്കുക. നമുക്ക് ഇനിയും സമയം വൈകിട്ടില്ല. ഈ കുറച്ച് ദിവസങ്ങൾ ഇതിനു വേണ്ടി തന്നെ പ്രയത്നിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടാനായിട്ട് സാധിക്കും. യാതൊരു വിധത്തിലുള്ള ടെൻഷനുമില്ല, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്നുമായി ഐസക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ടാഗ് ലൈനാണ് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. ഓക്കെ, ബൈ ബൈ.